സനാതന ധർമ്മം നിഷാദേ സനാതന ധർമ്മം എന്ന് പറയുന്നതിനെ പൂർണ്ണമായും അതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സനാതന ധർമ്മം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുന്നതാണ്. അതിനെ പൂർണ്ണമായി നിഷേധിക്കേണ്ട സംഗതിക്ക് ഗുരു എതിരായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്ന വേറെയും ആളുകളുണ്ട്. ഈ പാനൽ തന്നെ ശ്യാംകുമാറിനെ പോലെ ആളുകളുണ്ട്. അപ്പൊ ഗുരു എതിർത്തിരുന്നു എന്നതിൽ നിങ്ങളുടെ ഗുരുവിനോടുള്ള പോയിന്റ് എന്താണ്? ഗുരുവെ, അങ്ങനെ സനാതന ധർമ്മത്തെ ഒന്നും എതിർക്കേണ്ട, നിങ്ങൾ അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ ആ ഗുരുവിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണോ നിങ്ങളുടെ നിലപാട്? നിഷാദേ ഏത് തരത്തിലാണ് ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്തു പോകുന്നത്? ചാതുർവർണ്ണയത്തെ 100% എതിർക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതാണ് ഞാൻ പറഞ്ഞു വന്ന ചരിത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹം പോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അന്നത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ക്ഷേത്രപ്രവേശനത്തിന് വിരുദ്ധമായ നിലപാട് കൊണ്ട ആളുകൾ, സനാതനികൾ എന്ന് വിളിക്കപ്പെട്ട ആളുകൾ, സനാതന ധർമ്മത്തിന്റെ ആളുകൾ, ജന്മം കൊണ്ട് പാപികളെ കയറ്റാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചവർ. നിങ്ങൾ സനാതന ധർമ്മം, സനാതനികൾ, ചാതുർവർണ്ണ്യം ഇതെല്ലാം വെവ്വേറെ കള്ളികൾ വെച്ച് കാണേണ്ട ഒന്നാണ്. ചാതുർവർണ്ണ്യത്തെ അടിയിട്ടുറപ്പിക്കുന്ന സനാതന ധർമ്മം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഗുരുവിനുണ്ടായിരുന്നു. നിങ്ങൾ ആ ഗുരുവിനെ തള്ളുകയാണോ? സനാതന ധർമ്മം ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ്. അതിനെ ഗുരു എതിർത്തിട്ടുണ്ടെങ്കിൽ ഗുരുവിനെയും ഞങ്ങൾ എതിർക്കുന്നു, പിണറായി വിജയനെയും ഞങ്ങൾ എതിർക്കുന്നു. അങ്ങനെ നിലപാടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനത് വിശദീകരിക്കാനുള്ള സമയം എനിക്ക് തരണം. ഇങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. കാരണം ഇത് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ വക്താവായിട്ട് വന്നിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങളാണ് പറയാൻ വന്നിരിക്കുന്നത്. എനിക്ക് അതിന്റെ മതപരമായ കാര്യങ്ങൾ പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പിന്നെ ചാതുർവർണ്ണയത്തെ 100% എതിർത്തിരുന്നു, ചാതുർവർണ്ണയത്തെ കോൺഗ്രസ് എതിർത്തിരുന്നു എന്ന് താങ്കൾ ചോദിക്കേണ്ട ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. 100% കോൺഗ്രസ് എതിർത്തിരുന്ന, കോൺഗ്രസ് സമരം നടത്തിയിരുന്ന കോൺഗ്രസിന്റെ മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു ഞാൻ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിരുന്നു. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ ഇവിടെ വന്ന് കണ്ടു. ഈ ചാതുർവർണ്ണയത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള, അതിന് ലീഡർഷിപ്പ് കൊടുക്കാനുള്ള മഹാത്മാഗാന്ധിയോട് ഗുരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മഹാത്മാഗാന്ധിയോട് അംബേദ്കർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ചോദ്യം അതല്ല. അപ്പൊ സനാതന ധർമ്മം എന്ന് പറയുന്ന ധർമ്മം ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്നില്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ തുല്യതയുടെ ധർമ്മമാണ്. അതൊരിക്കലും ചാതുർവർണ്ണത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നാണോ ദീപ്തിയുടെ ബോധ്യം? സനാതന ധർമ്മത്തെ പൂർണ്ണമായും എതിർക്കണ്ട എന്നുള്ളതാണ് താങ്കൾ ചോദിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടാണ് എന്നോട് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സനാതന ധർമ്മത്തെ ആസ് എ ഹോൾ ഇത് മുഴുവൻ തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അതിലേക്ക് വരാം. പിണറായി വിജയൻ പറയുന്നത്. അപ്പൊ സനാതന ധർമ്മത്തിന് പിണറായി വിജയൻ എതിരാണ് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഗുരുവിന്റെ പൊസിഷൻ എവിടെയാണ്? ഗുരു എതിരായിരുന്നോ അനുകൂലമായിരുന്നോ? നിങ്ങൾ ആദ്യം പറയേണ്ടത്, ഞാൻ പറഞ്ഞത് ഇതാണ് ദീപ്തി, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ ആദ്യം പറയേണ്ടത് ശ്രീനാരായണ ഗുരു എന്ന സാമൂഹ്യ പരിഷ്കർത്താവിന്റെ നിലപാടിനോടുള്ള നിങ്ങളുടെ പൊസിഷൻ എന്താണ്? അദ്ദേഹം സനാതന ധർമ്മത്തെ എതിർത്തത് തെറ്റായിരുന്നോ, അതോ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയായിരുന്നോ? ഏതാണ് നിങ്ങളത്? എന്നാലേ പിണറായി വിജയനിലേക്ക് വരാൻ പറ്റൂ. ഞാൻ ചോദിക്കുന്നത് സനാതന ധർമ്മത്തെയാണോ ശ്രീനാരായണ ഗുരു എതിർത്തത്? അദ്ദേഹം എതിർത്തത് ചാതുർവർണ്ണയത്തെയാണ്. ഇതിൻ്റെ അകത്തുള്ള മോശമായ വ്യവസ്ഥിതികളെയാണ് അദ്ദേഹം എതിർത്തത്. അദ്ദേഹം ജാതി മത ചിന്തകൾക്ക് അതീതമായി സർവമത സമഭാവന എന്ന ആശയത്തിലാണ് വിശ്വസിച്ചത്. ആ ആശയത്തിൽ തന്നെയാണ് ഒരുപോലെ കാണുന്ന ആശയത്തിലാണ് വിശ്വസിക്കുന്നത്. താങ്കളുടെ പോയിന്റിൽ